കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം അവിടെ ആരംഭിക്കും. ഇന്ന് 8ാം ദിവസമാണ് അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത്. ലോറി കരയിലില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുഴയിലാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തേണ്ടത്. കരയിൽ നിന്ന് മാറി 40 മീറ്റർ അകലെ പുഴയിൽ പുതിയ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് നാവികസേന തെരച്ചിൽ നടത്തുക. കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെയും അർജുന്റെ ബന്ധുക്കളെയും പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം രാവിലെ 8:30 അപകടമുണ്ടായത്. അതിനിടെ ഷിരൂരിൽ കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹം പുഴയിൽ നിന്നും ലഭിച്ചു. ഹന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടേതാണ് മൃതദേഹമെന്നാണ് സംശയിക്കുന്നത്. പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോഴാണ് ഇവരെ കാണാതായത്. KV ബൈജു ചേരുന്നു ഷിരൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബൈജു, ഷിരൂരിൽ ഇപ്പോൾ കനത്ത മഴയുണ്ട് എന്നറിയുന്നു. ഇതുവരെയും ഇന്നത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, തീർച്ചയായും 8ാം നാളിലും അർജുനെ കണ്ടെത്താനായുള്ള അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം നമുക്ക് ഇവിടെ നിന്നും പറയാൻ. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ട്. ഒപ്പം കാറ്റും വീശിയടിക്കുന്നുണ്ട്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതിനിടയിലും രക്ഷാപ്രവർത്തനം നേരിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അനിശ്ചിതത്വം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ ഇപ്പോൾ 3 കിലോമീറ്റർ അകലേക്ക് മാറ്റി ബാരിക്കാഡ് തീർത്ത് ഇത്തരത്തിൽ തടയുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, മാധ്യമപ്രവർത്തകരെ ഇന്നലെ ആ ഭാഗത്തേക്ക് കയറ്റാൻ പോലും തയ്യാറായിട്ടില്ല. ഇന്ന് ഈ രക്ഷാപ്രവർത്തകരെ കൂടി ഇത്തരത്തിൽ പുറത്താക്കിക്കൊണ്ട് ആണ് അവിടെ ഈ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ കരസേന ഈ കാര്യത്തിൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിലും നാവികസേനയാണ് പ്രധാനമായും ഇന്ന് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. കാരണം ഇന്നലെ തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു ഈ കരയിലുള്ള ഈ ലോറി കണ്ടെത്താനുള്ള ശ്രമം ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പ്രധാനമായും കരയിൽ ഈ ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണം സൈന്യം നൽകിയ സാഹചര്യത്തിൽ ഇനി തിരച്ചിൽ പുഴയിലേക്കാണ്. അപ്പോഴും 8ാം നാളിലും ഈ അർജുനെ എന്ന് കണ്ടെത്താനാകും എന്ന ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കുക. എന്തായാലും 9 മണി ആയിരിക്കുന്നു ഈ സമയം. ഇതേ ദിവസം ചൊവ്വാഴ്ച ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നു. ഈ വാഹനം ലോറി ഉൾപ്പെടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നു. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞാണ് കരയിലെ ഇത്തരത്തിലുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഇനി പുഴയിൽ എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. വലിയൊരു മല തന്നെ ഈ പുഴയിലേക്ക് പതിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മണ്ണ് മുഴുവൻ എടുത്ത് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് വലിയ ചോദ്യചിഹ്നമായി തുടരുന്ന. മനാഫ്, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ പ്രദേശത്ത് പുറത്തുണ്ട്. 3 കിലോമീറ്റർ അകലെ വലിയ തോതിൽ ബാരിക്കാഡും പോലീസ് സന്നാഹങ്ങളുമായി തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം. എന്തിനാണ് ഈ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഈ ഭാഗത്തേക്ക് കയറ്റാതിരിക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഏതായാലും ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബസീഫ് ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജനപ്രതിനിധികളെ പോലും അകത്ത് കടത്തിവിടുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ 3 പേരാണ് അർജുനെ കൂടാതെ കാണാതായിട്ടുള്ളത്. 2 പ്രദേശവാസികളും ഒരു തമിഴ്നാട് സ്വദേശിയുമാണ്. അതിനു പുറമെ ഒരു മൃതദേഹം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അത് ഈ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ അവരുടെ കണക്കിലോ അല്ലെങ്കിൽ മിസ്സിംഗ് പരാതിയോ ഇല്ലാത്തൊരു കേസാണ്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇത്തരത്തിൽ കിട്ടിയിരിക്കുന്നത്. ഹന്ന ഹനുമന്തപ്പ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ജീർണിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ നിന്ന് മാറി അല്പം ദൂരമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും അർജുനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വളരെ മന്ദഗതിയിലാണ് ഈ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏത് രീതിയിലാണ് ഈ തിരച്ചിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പോലും ഒരു പക്ഷേ ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കണമെന്ന ആവശ്യമാണ് തുടരെ ഉന്നയിക്കുന്നത്. പക്ഷെ അതിനൊന്നും ഇവിടുത്തെ അധികൃതർ തയ്യാറാകുന്നില്ല. വലിയ മന്ദഗതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനം എന്തായാലും വലിയ അവഗണന തന്നെയാണ് നേരിടുന്നത്. അത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരുടെ ബന്ധുക്കളെ പോലും അകത്ത് കയറ്റാതെയുള്ള ഈ തെരച്ചിൽ അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം അവർ ഉയർത്തുന്നുണ്ട്. നമ്മളും അവർക്കൊപ്പം തന്നെ ഇവിടെയുണ്ട്. മാധ്യമപ്രവർത്തകർ ഇന്ന് കടത്തിവിടണമെന്ന് കാർവാർ MLA കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്ന് അകത്ത് കയറ്റിവിടാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ മാധ്യമപ്രവർത്തകരും ആ ഭാഗത്തേക്ക് കയറ്റിവിടുന്നില്ല. ശക്തമായ മഴ ഈ ഭാഗത്തുണ്ട്. ഇനി രക്ഷാപ്രവർത്തനം ഏതെങ്കിലും അവസ്ഥയിൽ നിലച്ചിട്ടുണ്ടോ അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ
ഒരാളെ പോലും അകത്ത് കയറ്റാത്ത രീതിയിലാണ് ഇന്നത്തെ ഈ തെരച്ചിൽ. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇവരുടെ ബന്ധുക്കളെയെങ്കിലും അകത്തേക്ക് നടത്തിയാൽ മാത്രമേ അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കൂ. അവര് ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ ഇവിടുന്ന് നടക്കുന്നത്. എന്തായാലും മഴ ഇനിയും വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുള്ള പോലൊരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. ശക്തമായ കാറ്റുമുണ്ട്. എന്തായാലും ഇപ്പോൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അവരെ അകത്തി കടത്തി വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നതും. അശ്വതി, അതാണ് ബൈജു, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകണം തങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളായ നിരവധി ആളുകൾ അവിടെ ഉള്ളപ്പോഴും അവരെ അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ള ഒരു വാസ്തവം അവിടെയുണ്ട്. മാധ്യമങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തടസ്സം അവർ ഉന്നയിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അവർ പറയുന്ന കാര്യം അവിടെ മണ്ണിടിച്ചിലുണ്ടാകും അല്ലെങ്കിൽ ഇനിയും അപകട സാധ്യത ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ പോലും ഇന്നിപ്പോൾ 8ാം ദിവസമാണ് അർജുനായുള്ള തെരച്ചിൽ. അർജുനെയും ലോറിയും കാണാതായിട്ട് 8 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ബന്ധുക്കളെ തടയുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം അത് ഉയരുന്നുണ്ട്. അവർ പറയുന്നത് അവിടെ നിന്ന് നിരന്തരമായ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് നമ്മൾ സേനയ്ക്കടക്കം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ ഇങ്ങനെയെങ്കിലും നടക്കുന്നത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസവും അവരുടെ അർജുന്റെ ബന്ധുക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അവരുടെ പ്രതീക്ഷ അറ്റിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തണം എന്ന് അവർ കൈകൂപ്പി പറയുകയാണ്. സൈന്യത്തെയും ഒന്നും കുറ്റപ്പെടുത്താനില്ല, പക്ഷേ തങ്ങളുടെ അവസ്ഥ അവർ മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഈ അവസരത്തിൽ ഇപ്പോൾ ഈ നദിയിൽ തെരച്ചിൽ നടത്തുന്നു, ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചോ എന്നെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ ബൈജു? ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായും ഈ 5 ദിവസങ്ങളായി, കൃത്യം പറഞ്ഞാൽ 5 ദിവസങ്ങളായും മലയാള മാധ്യമങ്ങളെല്ലാം, കേരളത്തിലുള്ള മാധ്യമങ്ങളെല്ലാം എത്രയോ മണിക്കൂറുകളാണ് ഇതിനായി ചെലവഴിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നില്ല അവിടെ എന്താണ് അവിടുത്തെ പുതിയ നീക്കം എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബൈജു, നമുക്ക് അങ്ങോട്ടേക്ക് പുതിയ റഡാർ അടക്കമുള്ള അല്ലെങ്കിൽ നദിയിലേക്ക് തെരച്ചിലിന് ആവശ്യമായ ഉപകരണങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? അശ്വതി, അത്തരത്തിലുള്ള ഒരു ഉപകരണവും ഇവിടെ എത്തിയിട്ടില്ല. ഞാനിവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഈ വഴിയാണ് ഇതിനകത്തേക്ക് പോകേണ്ടത്, മറ്റൊരു വഴിയും ഈ ഭാഗത്തേക്കില്ല. അത്തരത്തിലുള്ള ഒരു ഉപകരണവും ഇവിടെ എത്തിച്ചിട്ടില്ല. സാധാരണ തെരച്ചിൽ നേരത്തെയൊക്കെ നടത്തുന്നത് പോലെ ഉള്ള ഒരു തെരച്ചിലാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾ നിരവധി പേരാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സജീവമായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യമായി തന്നെ ശിരൂരിൽ ന്യൂസ് 18 സംഘം എത്തിയിരുന്നു. അവിടെ നിന്നുള്ള ഓരോ വിവരങ്ങളും കൃത്യമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു തുടക്കത്തിൽ. അർജുൻ തിരിച്ചു വരും, അർജുനെ കൊണ്ട് കേരളത്തിലേക്ക് മടങ്ങൂ എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തി. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം വളരെ വൈകുന്നത് തന്നെയാണ് ഇതിന് വലിയ അനിശ്ചിതത്വം ഇപ്പോൾ തുടരുന്നതും. എന്തായാലും ഈ ലോറി കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും വലിയൊരു ലോറി ഇതുവരെ 8 നാളായിട്ടും കണ്ടെത്താനായിട്ടില്ല. അർജുന ലോറിക്കകത്തുണ്ട് എന്ന വിശ്വസിക്കുകയാണ് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകരുമെല്ലാം. എങ്കിലും ആ ലോറി കണ്ടെത്തേണ്ടത് അത്രത്തോളം വലിയ സംവിധാനങ്ങളും ഒക്കെ ആയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുഴുകാനായി. പക്ഷെ അവരെയൊന്നും ഈ കയറ്റിവിടാതെ ഞങ്ങൾ മാത്രം പരിശോധിച്ചുകൊള്ളും, നിങ്ങൾ ഈ കിലോമീറ്ററുകൾക്കപ്പുറം നിന്നാൽ മതി എന്ന തരത്തിലുള്ള ഒരു മനോഗതിയാണ് ഇപ്പോൾ ഇവിടുന്ന് ജില്ലാ ഭരണകൂടം വെച്ച് പുലർത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ ജില്ലാ കളക്ടർ ഇടപെട്ട് ഒരു 25 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് നൽകാൻ പറഞ്ഞിരുന്നു. ആ 25 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി ജില്ലാ ഭരണകൂടം അവർക്ക് അകത്ത് കയറാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതുമായാണ് മനാഫും രഞ്ജിത്തും ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തി. എന്നിട്ടും അകത്ത് കയറ്റി വിടുന്നില്ല. അതിൽ സ്വമേധയാ എഴുതി കൊടുത്തതാണ്. ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാലും ഇതിന് ഉത്തരവാദിത്തം സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന രീതിയിലുള്ള ഒരു കത്താണ് ഇവരിൽ നിന്നും വാങ്ങിയത്. ആ കത്ത് ഉണ്ടായിട്ടും ഇവർ സമ്മതപത്രം കൊടുത്തിട്ടും ആ കത്ത് കയറ്റി വിടുന്നില്ല. എന്താണ് കാരണമെന്ന് പറയുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. രക്ഷാപ്രവർത്തനം വളരെ വൈകിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വളരെ പ്രതികൂലമാകുന്നു. ഈ തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അർജുനെ കണ്ടെത്താനോ അർജുനെ ലോറി കണ്ടെത്താനോ ഇനി സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഈ രക്ഷാ പ്രവർത്തനത്തിന് കൂടുതൽ ആളുകളെ അവിടെ എത്തിച്ചാൽ അത് വലിയ തോതിൽ വേഗത വർദ്ധിക്കും ഈ രക്ഷാ ദൗത്യത്തിന്. അതാണിപ്പോൾ തടയിടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയിൽ വസീഫ് ഉൾപ്പെടെ പറയുന്നത് മുഖ്യമന്ത്രിയുമായി ഈ വിഷയം
പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടും. അല്പസമയത്തിനകം ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്ന് തന്നെയാണ് വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. MK രാഘവൻ MP കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ രക്ഷാപ്രവർത്തകരെ തടയുന്ന സാഹചര്യം ഉണ്ടാകില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചിരുന്നു, ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ വരെ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. ഏതായാലും കാർവാർ MLA കാത്തിരിക്കുകയാണ് നമ്മൾ. അദ്ദേഹമാണ് ഇവിടെ കുറച്ചെങ്കിലും മലയാളികൾക്ക് അനുകൂലമായ ബൈജു, ആദ്യഘട്ടത്തിൽ ഈ വിഷയം മുഖ്യമന്ത്രിയെ കൃത്യമായി അവിടുത്തെ അപ്ഡേഷൻസ് അറിയിക്കാനായി, അവിടുത്തെ ചലനങ്ങൾ അറിയിക്കാനായി പോലീസുകാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ കേരളത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവരടക്കം ഈ രംഗത്ത് സജീവമായി നിന്നുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് കുടുംബവും അർജുന്റെ കുടുംബം പോലും ഒരുപക്ഷെ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. അവിടെ സഹോദരി ഭർത്താവുണ്ട് അർജുന്റെ, നമ്മളോട് സംസാരിച്ചിരുന്നു ജിതിൻ നേരത്തെ. എങ്കിൽ പോലും അവർ ഈ മാധ്യമങ്ങളിലൂടെ ഉറ്റുനോക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത്. അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, നമ്മളെ തടയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായുള്ള സംശയങ്ങൾ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തടയൽ ഉണ്ടാകുന്നത്? ഈ ജനപ്രതിനിധികൾ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അടക്കം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു പോകരുത്, അത് തന്നെയാണ് ഇവരുടെ കർണാടക സർക്കാരിന്റെ ഈ നീക്കത്തിന് പിന്നിൽ നിന്നാണ് വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ബന്ധുക്കളും ആരോപിക്കുന്നത്. അല്ലാതെ മണ്ണിടിച്ചൽ സാധ്യതയുണ്ട്, അപകട ഭീഷണിയുണ്ട് തുടങ്ങിയ ദുർബലമായ വാദങ്ങൾ ഉയർത്തി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് ഒരു ദുരന്ത മുഖത്ത് ഇങ്ങനെയാണോ ഈ ദുരന്ത സേവനം ഒക്കെ നടത്തേണ്ടത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സമയത്ത് ഇത്തരത്തിൽ തടയുകയും രക്ഷാപ്രവർത്തകരെ തടയുകയും ഇത് പകർത്താനെത്തിയ ദൃശ്യമാധ്യമങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതാണ്. അവിടെ ഏതായാലും സർക്കാരിന്റെ ഈ അപകടത്തിൽ എത്ര പേർ മരിച്ചു എന്ന് പോലും സർക്കാരിന് കൃത്യമായ കണക്കില്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ സ്ത്രീ ഒഴുക്കൽപ്പെട്ട സംഭവം. സ്ത്രീ ഒഴുക്കൽപ്പെട്ട വിവരം നമ്മൾ തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മോട് ഈ കാര്യം പറഞ്ഞിരുന്നു. പോലീസ് അതൊന്നും ചെവി കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ നമ്മോട് വ്യക്തമാക്കിയത്. ആ സ്ത്രീ ഒഴുക്കിൽപ്പെട്ട വിവരം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതേ സ്ത്രീയുടെ മൃതദേഹമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3 പേരുടെ, അതായത് അർജുൻ ഉൾപ്പെടെ 4 പേരുടെ മാത്രമാണ് കാണാതായിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം വരെ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കലക്ടറും ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്നാൽ അതിന് പുറമെ ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എത്ര പേർ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര പേരെ രക്ഷപ്പെടുത്താനുണ്ട്, ഇതൊന്നും ഒരു കണക്കുമില്ലാത്തൊരവസ്ഥയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. നമുക്ക് ഇത്തരത്തിൽ നിരന്തരം വിമർശിക്കേണ്ടി വരുന്നത് ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ്. അല്ലാതെ ഈ ദുരന്ത മുഖത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം വേഗത്തിൽ ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നിരന്തരം നമ്മൾ വിമർശിക്കുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും. ഇവരുടെ പ്രവൃത്തി തന്നെയാണ്. അത് തന്നെയാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ശരി ബൈജു, ഒന്നുകൂടി ശ്രമിക്കൂ, അങ്ങോട്ടേക്ക് പോകാൻ കടത്തിവിടുമോ അവർ എന്നുള്ളത് ഒന്നുകൂടി ശ്രമിക്കൂ. നമ്മൾ നിരന്തരം അവർക്ക് വേണ്ടി നിൽക്കുന്ന മാധ്യമങ്ങളാണ്, നമ്മൾ മലയാളികളാണ് എന്നുള്ള കാര്യം ഇനിയും പറയൂ. അവിടേക്ക് കയറാനുള്ള സാധ്യത തള്ളാതെ ഒന്നുകൂടി ശ്രമിക്കൂ. ഞാൻ ബൈജുവിലേക്ക് വരാം. കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ അവർക്കൊപ്പം ഉണ്ടെങ്കിൽ കൂടി ആ വേദന അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ആ പ്രതീക്ഷ മുഴുവനും മങ്ങിയ ഒരു കുടുംബം. അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഷിരൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഷിരൂരിൽ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ്? തുടങ്ങിയോ എന്നറിയാൻ പോലും ഉള്ള സാധ്യതകൾ അവിടെ ഇല്ല. ബന്ധുക്കളെ അടക്കം അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നില്ല എന്നറിയുന്നു. അവരാണ് അവിടെ നിന്നും എന്താണ് അവസ്ഥയെന്ന് കുടുംബത്തെ അറിയിച്ചുകൊണ്ടിരുന്നത്. അർജുനെയും കൊണ്ടേ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ ബന്ധുക്കൾ ജിതിനടക്കം അവിടെ ഇപ്പോൾ അവരെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല എന്നാണ് അറിയുന്നത്. എന്താണ് നമുക്ക് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ കോഴിക്കോട് നിന്ന്? വിനേഷ്, കേൾക്കാമോ?
അതാണ് വിനേഷ് അല്പസമയത്തിനകം അവിടെ നിന്ന് നമുക്ക് ഒപ്പം ചേരും. ഇപ്പോൾ ഷിരൂരിൽ കനത്ത മഴയാണ്, കാറ്റും അവിടെയുണ്ട്. പ്രതികൂലമായ ഈ കാലാവസ്ഥയിൽ ഏത് രീതിയിലാണ് സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. മലയാളികളെ അടക്കം, മലയാളി രക്ഷാപ്രവർത്തകരെ അടക്കം, മാധ്യമങ്ങളെ അടക്കം അവിടെ തടഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, അവിടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ, ഇപ്പോൾ ബന്ധുക്കളെ അടക്കം, അതായത് ജിതിനെ അടക്കം അവിടെ തടഞ്ഞിരിക്കുകയാണ്, മുകളിലേക്ക് കയറ്റിവിടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മാധ്യമങ്ങളെയും മലയാളികളായ രക്ഷാപ്രവർത്തകരെയും ഒന്നും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. എന്താണ് വീട്ടിൽ നിന്നുള്ള അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് രക്ഷാദൗത്യം കടന്നു പോകുന്നത്. എന്തായാലും ആ ഒരു ആശങ്ക കുടുംബത്തിനുമുണ്ട്. അവർ ഒരു പരസ്യ പ്രതികരണത്തിന് എന്തായാലും തയ്യാറായിട്ടില്ല. അതായത് അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രക്ഷാദൗത്യം മന്ദഗതിയിലാണ് പോകുന്നത് എന്നുള്ളൊരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവം. കഴിഞ്ഞ ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ രഞ്ജിത്ത് ഇസ്രായേൽ, അതുപോലെ തന്നെ ഈ ലോറി ഉടമയായ മനാഫ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയും ഉയർന്നതാണ്. എന്തായാലും ഇന്നലെ ഇത് സംബന്ധിച്ച് ഇവരുടെ സഹോദരി അഞ്ജുവും അതുപോലെ തന്നെ മാതാവ് ഷീലയും, അർജുന്റെ മാതാവ് ഷീലയും ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതായത് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുമുള്ള സഹകരണം ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ, നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യത്തെക്കുറിച്ച് വലിയ കൊട്ടിഘോഷിക്കുമ്പോഴും ഇത്തരത്തിൽ ഒരാളെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ട ഒരു പ്രായോഗികമായ യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ ഈ ഒരു രക്ഷാദൗത്യം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അതായത് കേരളത്തിൽ നിന്നുള്ള ആളുകളെ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് അവർ. കാരണം ഇനി ഒരുപക്ഷെ ഇതുവരെയുള്ള പ്രതീക്ഷകൾക്ക് അപ്പുറമാണ്. കാരണം പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതീക്ഷയ്ക്ക് മുകളിൽ ഒരു കരിനിഴൽ പടർന്നിട്ടുണ്ട്. എങ്കിൽ പോലും അവന്റെ മൃതദേഹമെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നലെ സഹോദരിയും അതുപോലെ തന്നെ അമ്മ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. എന്തായാലും അവരുടെ ആ ഒരു പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്ന പ്രതികരണങ്ങൾ. എന്തായാലും പരസ്യമായ ഒരു പ്രതികരണം ഇതുവരെയും അവരുടെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും വലിയ ആശങ്കയിൽ തന്നെയാണ് അവർ. വലിയ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. വളരെ ശോകമുഖമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ നാടും അതുപോലെ തന്നെ ഈ അർജുൻ്റെ കുടുംബവും പോയിരിക്കുന്നത്. എന്തായാലും അവർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രായോഗികമായ രീതിയിൽ തന്നെ കുറച്ചുകൂടെ ഊർജിതമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടതായിരുന്നു. അവിടെ വലിയ വീഴ്ച വന്നു. അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം അത്ര ഊർജിതമല്ല എന്നുള്ള ഒരു വഴിപാട് പോലെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. കാരണം ഇവരുടെ അർജുൻ്റെ ഒരു സഹോദരൻ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അവിടെയുണ്ട്. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെയുണ്ട്. കൃത്യമായി ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ആശയവിനിമയവും കൃത്യമായ വിവരവും ഇവർക്ക് ലഭ്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ ഈ ഒരു ആശങ്കയിലായിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബവും ഈ നാടും എല്ലാ മനുഷ്യരും. അർജുനെ അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാ മനുഷ്യരും ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അർജുൻ തിരിച്ചു വരുമെന്ന. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഒരു കരിനിഴൽ പടർന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിലെ ഇത്തരത്തിലുള്ള പാളിച്ചകളും ഈ മെല്ലെപ്പോക്കും ആണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയായിട്ടുള്ളത്. എന്തായാലും കുടുംബം ആ ഒരു ആശങ്കയിൽ തന്നെയാണ്. അതിന്റെ മൃതദേഹമെങ്കിലും തിരിച്ച് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു നടപടി ഉണ്ടാകണം എന്ന് കേണപേക്ഷിക്കുന്ന രീതിയിലാണ് ഇന്നലെ അവരുടെ മാതാവ് ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്തായാലും കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു നടപടിയിലേക്ക് പോകണമെന്ന് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള രക്ഷാദൗത്യത്തിൽ അത്തരത്തിലുള്ള സഹകരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഊർജിതമായ ഒരു തെരച്ചിൽ പോലും നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ആശങ്കയിൽ തന്നെയാണ്. ശരി, എസ് വിനേഷ് കുമാറാണ് കോഴിക്കോട് അർജുന്റെ വീട്ടിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേർന്നത്. അവിടെ അത്രത്തോളം ആശങ്കയിലാണ് അവരുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്തായാലും ഷിരൂരിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് അവിടെ നിന്നും KV ബൈജു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കർണാടക സർക്കാരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടർ ഇന്നും ആവർത്തിച്ച് അവർ പറയുകയുണ്ടായി. അതായത് 99% ഈ ലോറി കരയിലുണ്ടാകാനുള്ള സാധ്യതയില്ല, പുഴയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് അവർ വിരൽ ചൂണ്ടിവെക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യം, പ്രദേശത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ ചോദിച്ചു അത് തന്നെയാണ്. അതായത് ഈ
കരയിൽ വലിയ തിരച്ചിൽ, അത് 7 മീറ്ററോളം ഉയരത്തിലുള്ള ഒരു മണ്ണിൻ്റെ സാന്നിധ്യം നമ്മളവിടെ കണ്ടിരുന്നു. മണ്ണ് ഒലിച്ച് വീണ പശ്ചാത്തലമുണ്ട്. അവിടെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ആ തരത്തിൽ തെരച്ചിൽ നടത്തുകയും ചെയ്തു. ഇനിയുള്ള സാധ്യത ഈ പുഴയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുഴയിലും മണ്ണ് കൂടിക്കിടപ്പുണ്ട്, അവിടെയും തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ മറ്റ് ഒഴുകിപ്പോകാനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ, കാരണം വലിയ തോതിലുള്ള ജലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടെ കുത്തൊഴുക്കൊക്കെ ഉണ്ടാകാം, അടിയൊഴുക്കുണ്ടാകാം, അങ്ങനെ പ്രത്യേകതകളൊക്കെ ഉണ്ടാകാം. അതെങ്ങനെ അതിലേക്ക് ഇനിയും കടക്കുക എന്നുള്ളത് തന്നെയല്ലേ പ്രധാനമായും ചെയ്യേണ്ടത്? അത് തന്നെയാണ് രഞ്ജിത്ത്. അതായത് ജില്ലാ ഭരണകൂടം പറയുന്നതനുസരിച്ച് പറയുന്നത് ഈ ലോറി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് മണ്ണ് വലിയ രീതിയിൽ വലിയ ഒരു ആഘാതം ഈ ഒരു ലോറിക്കുണ്ടാകും. അത്തരത്തിൽ മണ്ണ് കൂട്ടത്തോടെ ഇടിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ ലോറി ഇവിടെ നിന്ന് തെന്നിമാറി ഈ ഭാഗത്തുകൂടി, ഈ കാണുന്ന ഈ ഭാഗത്തുകൂടി, ഇതിൻ്റെ തൊട്ട മറുവശത്താണ് ഈ പറയുന്ന ഗംഗാവലി പുഴയുള്ളത്. ആ പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം. ഒരുപക്ഷേ നമ്മൾ കുറച്ചുകൂടി വ്യക്തമാക്കി കാണിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ദൃശ്യങ്ങളിലുണ്ടായിരുന്ന പ്രദേശമാണിത്. അതായത് ഇവിടെയൊന്നും ഇപ്പോൾ അർജുനായുള്ള തെരച്ചിൽ, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ എന്നറിയാൻ നമുക്കിനിയും സമയമെടുക്കും. അവിടെ കനത്ത മഴയും കാറ്റും ശിരൂരിൽ തുടരുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. നിലവിലെ സംവിധാനം വെച്ച് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത് ദുഷ്കരമായിരിക്കും. അത്യാധുനിക സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി അർജുനെ കണ്ടെത്തണം. ഏകോപനത്തിൽ ഇപ്പോഴും പോരായ്മകളുണ്ടെന്നും ജിതിൻ പറഞ്ഞു. തെരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അല്പമൊന്ന് മഴ മാറിയ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും നാവികസേന പുഴയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ ആരംഭിച്ചത്. സൈന്യം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എനിക്കിപ്പം ജിതിൻ ചേരുകയാണ്. ജിതിൻ, എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? 8ാം നാളാണ് ഇപ്പോൾ അർജുനെ കാണാതായിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ? തീർച്ചയായിട്ടും ഇന്നത്തെ ഈ 8ാം നാളായിരിക്കുന്നു. പക്ഷേ ഇതുവരെ അർജുനെ കണ്ടെത്താൻ നമുക്ക് ആയിട്ടില്ല. ഇന്നിപ്പോ ഇനി പ്രതീക്ഷകൾ ഞാൻ വെക്കുന്നത് പുഴയുടെ സൈഡും പിന്നെ പുഴയിൽ മൺകൂമ്പാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്, അവിടെയും ഒക്കെയാണ് ഇന്നത്തെ ഇനി പ്രതീക്ഷ ഉള്ളത്. എത്രയും പെട്ടെന്ന് അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നത്, അത് അവിടെ പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്ത് ലോറി അവിടെ കണ്ടെത്തി ആ ഭാഗത്ത് മണ്ണ് നീക്കിയിട്ട് എടുക്കാൻ സാധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ശ്രമം ഇനിയും മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ആ രീതിയിൽ മണ്ണെടുത്ത് പോയി കഴിഞ്ഞാലേ നമുക്ക് ഇനി അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങൽ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഇനിയും എത്രയും പെട്ടെന്ന് അധികൃതർ അത്യാധുനിക സംവിധാനങ്ങളും മെഷീനറിയും ഉപയോഗിച്ചിട്ട് ആ പുഴയിലും അതിന്റെ പരിസരങ്ങളിലും തിരച്ചിൽ നടത്തി അർജുനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറയുകയാണ്. ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ പരാതി ഉണ്ടായത് ഈ തെരച്ചിൽ വളരെ മന്ദഗതിയിലാണെന്ന്. നിലവിലും ഈ 8ാം നാളാകുമ്പോഴും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന അതേ അവസ്ഥ തന്നെയാണോ ഇപ്പോൾ? അല്ല, ഇപ്പം ഇന്നലെയൊക്കെ കരഭാഗം നമ്മൾ പറഞ്ഞ പ്രകാരമല്ല, കരഭാഗമെല്ലാം മണ്ണെടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ലാന്ന് ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇനി എങ്ങനെയാണ് അവരെ വർക്ക് എങ്ങനെയാണ് അവർ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതെന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാലേ അറിയാൻ പറ്റുമോ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെ പോലും ഉള്ളിൽ കടത്തി വിടുന്നില്ല എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. ഈ കരയിൽ തെരച്ചിൽ ഏതായാലും ഇനി കാര്യമില്ല, പുഴയിൽ തെരച്ചിൽ സജീവമാക്കണം എന്നാണോ ജിതിൻ പറയുന്നത്? പുഴയുടെ സൈഡ് ഭാഗവും പുഴയും ആ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ? ഞാൻ ഞങ്ങളെല്ലാരും കുറച്ച് ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്ത പ്രകാരം ആ പുഴയിൽ നിന്ന് റോഡിൽ നിന്ന് വെള്ളത്തിലേക്ക് കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട്. അവിടെ ഒരു 2 ലോറിയൊക്കെ നിൽക്കാനുള്ള 2-3 ലോറിയൊക്കെ വീണ് കിടക്കാനുള്ള അത്രയും ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട് ആ ഹൈറ്റ്. അപ്പോൾ അത് കാരണം ഞങ്ങളും വിചാരിക്കുന്നത് ആ മണ്ണിന്റെ ഫോഴ്സിൽ ആദ്യം ഈ ലോറി അങ്ങോട്ട് മറിഞ്ഞ് വീണിട്ട് അതിന്റെ അടിയിൽ മണ്ണ് വന്ന് ഫില്ലായി കഴിഞ്ഞാലും ലോറി അവിടെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ ഒരു ചാൻസ് ഞങ്ങൾ പറയുന്ന ഒരു ചാൻസ് അങ്ങനെ ഇപ്പം നമുക്ക് ആവശ്യം ഇനി ഇതിന്റെ എഞ്ചിനീയറിംഗ് വശവും ടെക്നിക്കൽ വശവും അറിയുന്ന ആൾക്കാർ സ്ഥിരീകരിച്ച് പറയേണ്ടതാണ്. നമ്മുടെ ആദി എന്ന് പറഞ്ഞാൽ നമ്മൾ അർജുന്റെ ബന്ധുക്കളാണല്ലോ. അപ്പൊ നമ്മുടെ ആദി എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുള്ള ആദിയായിരിക്കും. ചിലപ്പോൾ ഞങ്ങളിപ്പോ വിചാരിക്കുക ചിലപ്പോൾ ഇനി വണ്ടി അവിടെ ഇല്ല, വേറെ എവിടെയെങ്കിലും പോയോ എന്നുള്ള വരെ ഇപ്പൊ ആലോചിച്ചു തുടങ്ങി ഈ വണ്ടി കിട്ടാത്തതുകൊണ്ട്. അത് പോലീസിന്റെ ഒരു CCTV പുറത്തു വന്നിട്ടുണ്ട്. ഈ വാഹനം ഈ സ്ഥലത്തേക്ക് പോകുന്നത് അതിലുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള മറ്റ് CCTVകളിലൊന്നും വാഹനം കടന്നു പോകുന്നില്ല. ഏതായാലും ഈ സ്ഥലത്ത് തന്നെ അപകടപ്പെട്ടിട്ടുണ്ട് അർജുൻ എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോഴും ഈ പുഴയിലുള്ള തെരച്ചിൽ ഇനി എത്രത്തോളം ദുഷ്കരമാണ്, നമുക്കത് എളുപ്പമാകും? ഈ ഇപ്പോഴുള്ള ഒരു തെരച്ചിൽ ഈ സംവിധാനം വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമാകും തോന്നുന്നുണ്ടോ? ഇല്ല, ഈ സംവിധാനം വെച്ചിട്ട് പുഴയിലുള്ള തെരച്ചിൽ തീർത്തും ദുഷ്കരമായിരിക്കും.
ഇന്നലെ അറിയാൻ പറ്റിയത് നേവിയുടെ ഒരു വേറെ സ്കൂബ ഡൈവിംഗ് ടീമാണ് ഇന്ന് വന്ന് സെർച്ചിങ് നടത്തുന്നത്. അവരെ ഏത് തരത്തിലുള്ള പ്രോഗ്രസ് ആണ് നടത്താൻ പോകുന്നതെന്നൊന്നും ഇപ്പം അറിയില്ല. അവിടെ തുടങ്ങിയോ എന്നും അറിയില്ല. അതിപ്പം അവിടെ പോയി എന്നെ ഉള്ളിൽ കടത്തി വിടുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇനി എന്തെങ്കിലും അവിടെ നിന്ന് വിവരം ലഭിക്കുകയുള്ളൂ. ഈ സൈന്യം ചിലപ്പോൾ തിരിച്ചു പോകാനാണ് സാധ്യത, അങ്ങനെയൊക്കെ പറയുന്നത്. നല്ല സ്ഥിരീകരണം വന്നില്ലെങ്കിലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സൈന്യം ഇവിടെ ഇനിയും തുടരണമെന്നാണ് തന്നെയാണോ ആവശ്യം? സൈന്യം തുടരുന്നത് ചിലപ്പോൾ അത് നല്ല കാര്യമായിരിക്കാം. കാരണം അവർ ഈ ചെക്കിംഗ് അവർ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഏതൊക്കെ അവരൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവരൊരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ സൈന്യമാണ് ഒന്നുകൂടി നേവിയോട് സ്കൂബ ഡൈവിംഗ് ടീമിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒന്നുകൂടി ഇന്ന് അവരെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നീക്കമാണ്. അപ്പം ആരെയും നമ്മൾ അങ്ങനെ ഇതാക്കുന്നില്ല. സൈന്യം ഇവിടെ തുടരുന്നു തന്നെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. തുടക്കത്തിൽ ഈ ഏകോപന കുറവുണ്ടായി എന്ന ഒരു ആക്ഷേപം, ആ പരാതി നമ്മൾ ജിതിൻ പലതവണ ന്യൂസ് 18 തന്നെ ഇത്തരത്തിൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും ഏകോപന കുറവും ഒപ്പം ഈ കർണാടക സർക്കാരിന്റെ പല ഈഗോ അത് നമ്മളെ തെരച്ചിലിന് വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് ജിതിൻ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്. അതെ, ഈ തുടക്കത്തിലുള്ള പോരായ്മ അത് 100% വളരെ ശരിയാണ്. അത് ഞങ്ങൾ ഇവിടെ ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ കൈമലർത്തി നിഷ്കളങ്കരായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പല ആൾക്കാരോടും പറയുന്നു ഞങ്ങളുടെ വിഷമങ്ങൾ ആരും കേൾക്കാൻ തന്നെ തയ്യാറാവുന്നില്ല. ഗ്രൗണ്ടിലുള്ള പോലീസുകാരോട് ചോദിക്കും, അവർ ഇന്ന് കിട്ടും, നാളെ കിട്ടും, വെയിറ്റ് ചെയ്യൂ, ആ രീതിയിലുള്ള സംസാരങ്ങൾ. അതിനുശേഷം ഇതൊന്നും നടപടിയാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഭാര്യയും കുടുംബവും എല്ലാം MP കാണാൻ പോയതും അങ്ങനെയാണ് ഈ ന്യൂസ് എല്ലാം വരാൻ തുടങ്ങിയതും. ഇപ്പോഴും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ അങ്ങനെ പറയുന്നില്ല, സർക്കാരിനെ ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്നുള്ള അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു കോർഡിനേഷൻ കുറവ് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, കോർഡിനേഷൻ കുറവ് അത് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ജിതിൻ പറയുന്നത് അത് തന്നെയാണ്, ഒരു ഏകോപന കുറവ് ഇപ്പോഴും ഉണ്ട്. ഇത് ഇനി വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. 8ാം നാൾ അത് ഓർക്കണം, ഇനിയും അർജുനെ കണ്ടെത്താൻ വൈകരുത്. അത് തന്നെയാണ് ജിതിൻ ഇപ്പോൾ ന്യൂസ് 8നോടും പങ്കുവെക്കുന്നതും. അതാണ് കഴിഞ്ഞ 8 ദിവസങ്ങളായി അവിടെ തുടരുകയാണ് ജിതിൻ. അർജുന്റെ ഭാര്യ സഹോദരി ഭർത്താവാണ്. നമുക്കറിയാം ഈ കരയിലെ തെരച്ചിൽ ഇന്നലെ അവസാനിപ്പിച്ചതായി സൈന്യം പറഞ്ഞിരുന്നു. പുഴയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അറിയുന്നത്. അതേസമയം കരയിലെ തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്നാണ് രക്ഷാപ്രവർത്തന രംഗത്തുള്ള രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നത്. തനിക്ക് ആവശ്യമായ മെഷീനറികൾ അടക്കം നൽകിയാൽ അർജുനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ ആരും സഹായിക്കുന്നില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. ഈ കരഭാഗം അങ്ങ് വരെ കൊണ്ടുപോയി ആ ബാങ്ക് ഷോറെല്ലാം ഈ കരഭാഗത്ത്, അതായത് പുഴയുടെ വശത്ത് ചേർന്ന് കിടക്കുന്ന കരഭാഗം പോലും ഇതിന്റെ തട്ടലുണ്ടെങ്കിൽ മെറ്റൽ തട്ടുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പറ്റും. പാറ തുറന്ന് മാക്സിമം പോകാൻ പറ്റും. എത്ര ഡീപ്പായിട്ട് അറിയാലോ. ഈ മെഷീൻ ഇപ്പൊ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിമിതം അറിയാം, ഇന്റർഫിയറൻസ് ഉണ്ട്. ആരെയും വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല. വലിയ ബക്കറ്റ് വേണം, കോരി മാറ്റാൻ വേണം. അത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം. ഞാൻ 5ാം ദിവസം 3 മണിക്കാണ് അവിടെ എത്തുന്നത്. അറിയാം, വന്നപ്പോൾ തടഞ്ഞ് കളക്ടർ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് SP കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടണം. 5ാം ദിവസമാണ് എത്തുന്നത്. ഇവരെല്ലാം മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായ ചിത്രം ആ സമയത്ത് വീഡിയോ പോലും തരുന്നില്ല. എന്താണ് അതിന്റെ അറിയാം, എന്തോ മണ്ണാണ് കോരിയിട്ടെന്നോ എനിക്ക് അറിയത്തില്ല. എന്തോരം മണ്ണാണ് കോരിയിട്ടത്. എപ്പോഴും ഇടപെടൽ നടക്കുന്നു. നമ്മൾ ക്ഷമ വരുതി അങ്ങ് നിൽക്കുകയാണ്. മാക്സിമം ക്ഷമിച്ച് നിൽക്കുക. എനിക്ക് വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ചെയ്യോ പിടിക്കോ, എനിക്ക് വേണ്ട ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാ. അല്ല ഇവരുടെ ഈ കയറി ഇടിക്കാൻ പോകുന്ന ഫോറസ്റ്റിന്റെ ലാൻഡോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സോ അല്ല നടക്കുന്നത്. ജസ്റ്റ് ഒരു ആ സംഭവം നടന്ന റോഡ് സൈഡ് തന്നെയുള്ള ഇത് ഡെബ്രി സ്ഥലം മാറ്റുന്നത്. ഇവർ പറഞ്ഞാൽ ചുമ്മാ എന്റെ മണ്ണായിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. നമുക്ക് ക്ലിയർ ഔട്ടായിട്ട് തന്നെ ചാർജ് ചെയ്തു പോകണം. ഇപ്പൊ എന്റെ ഒരു ഐഡിയൽ പ്രകാരം ഇത് ബോറിംഗ് മെഷീൻ വെച്ച് കംപ്ലീറ്റ് ആ ബോറിംഗ് മെഷീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ നദീ തീരത്തോളം എല്ലാം കംപ്ലീറ്റ് ഔട്ടാൻ പറ്റും. ഉറപ്പാണ്. കാരണം ഫാസ്റ്റ് ആയിട്ട് ഡ്രിൽ ചെയ്യും. നല്ല ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്ററിന്റെ കൂടെ ഞാൻ നിൽക്കും. ഓപ്പറേറ്ററാണെങ്കിൽ മെറ്റിൽ തട്ടുന്ന ലോറി അത്രയും വലിയ എന്തായാലും മെറ്റിലേക്ക് തട്ടും. അല്ലെങ്കിൽ ഇത് മറ്റേ വുഡ് ലോഗൺ തട്ടും. അതിൽ വുഡ് ലോഗാൻ കറക്റ്റ് മണം കിട്ടും. തീർച്ചയായിട്ടും ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് കോപ്പറേഷൻ കിട്ടുന്നില്ല. ഞാൻ ഒരു സിവിലിയനാണ്. എനിക്ക് ഓർഡർ കവർ ചെയ്യാം. ഇതില്ല. ഞാൻ NDRF കമാൻഡർ അല്ല, ആർമി കമാൻഡർ അല്ല. ഇന്നലെ രാത്രി പരിമിതി എന്നാൽ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാനത് കുറ്റപ്പെടുന്ന കുറെ കുറ്റപ്പെടുന്നു മലയാളത്തിൽ. ഈ മലയാളികളായിട്ടുള്ള അവർക്ക് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും തോന്നുന്നു. ആഷ്മിച്ചാണ് തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്നത്. ഈ കുറ്റപ്പെടുന്ന പലരും കാരണം കുറ്റപ്പെടുന്നത്. കാരണം മരിക്കാൻ തൊണ്ട ഇടറി നിൽക്കുകയാണ് ഇവിടെ.
ചെയ്യുന്ന പനാഫറ ചെയ്തതിന്റെ അർജുന്റെ കുടുംബത്തെ അറിയാം, അവരുടെ പ്രദേശമുണ്ട്, നമ്മൾ അവർ ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറ്റപ്പെടുത്തൽ കാര്യമൊക്കെ ഉണ്ടോ? അതെല്ലായിടത്തും ഉണ്ടാവില്ല. ഇന്റർഫിയറൻസ് ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള മിഷൻസ് ഇതുവരെ വിട്ട് തന്നിട്ടില്ല. എനിക്ക് വരും ഇപ്പം ഒരു 4 എക്സ്കാച്ച് വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 2 പോവും, വീണ്ടും തൊണ്ടല്ലറി പറയുമ്പോഴത്തേക്ക് 2 വരും, പിന്നെ വീണ്ടും ഒന്നങ്ങ് പോവും. പണി പാസ് നടക്കുന്നില്ല. 1 മണിക്കൂർ പോലീസ് തടസ്സപ്പെടുത്തി അത് കോംപ്രമൈസ് ആക്കിയത് പോട്ടത്. ഞാൻ മാക്സിമം താഴാം, എനിക്ക് വേറെ കോപ്പമൊന്നും വേണ്ട. പല രീതിയിലുള്ള പ്രലോഭനം അല്ലാതെ ഇവിടുന്ന് മാറ്റാൻ വരുന്നുണ്ട്. അതെന്താന്ന് പിന്നെ പറഞ്ഞുതരാം എന്താന്നുള്ളത്. സംതിങ് ഹൈഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, അതും വൈകിട്ടത്തെ ക്ലിയർ ആക്കും. അത് വൈകിട്ട് ക്ലിയർ ആക്കും. ഒന്നും യുവാപോധന പേര് പറയാനല്ല, കൃത്യം എവിഡൻസോടെ പറയത്തുള്ളൂ. എനിക്ക് വേണ്ടത് ഇപ്പം വേറൊന്നുമല്ല, ആ ഡ്രില്ലിംഗ് മെഷീൻ അറ്റ്ലീസ്റ്റ് ഒരു ബോർവെൽ അടിക്കുന്നത്. അതിവിടെ ഇഷ്ടംപോലെ ഉണ്ട് കർണാടകയിൽ. അതിപ്പോ കമാൻഡിംഗ് പെട്ടെന്ന് എത്താൻ പറഞ്ഞു NDRFന്റെ പുള്ളിയായിട്ട്. എനിക്ക് അല്പം വിശ്വാസമുള്ള NDRFന്റെ കമാൻഡിംഗ് ഓഫീസർ മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര രാത്രി കളക്ടർ അടക്കമുള്ളവരെ കണ്ടില്ല. ഇല്ല കണ്ടില്ല. കാണാൻ പോകുന്നില്ല എന്ന് പറയും. കാണാൻ പോകില്ല. അപ്പൊ സബ് കളക്ടർ പട്കാലി SDM സബ് കളക്ടർ പുള്ളിക്കാർ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആവശ്യം എനിക്ക് NDRFിന് പറയാൻ കൂടുതൽ താല്പര്യം. എനിക്ക് ഇവിടുത്തെ അതോറിറ്റി വലിക്കാൻ പറഞ്ഞില്ല, ആരും വെറുപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. എനിക്ക് കണ്ടത് ട്രക്കിന് എന്താണ് ഇൻസിഡന്റ് എല്ലാരും പറഞ്ഞു റെസ്ക്യൂ. എനിക്ക് ആ കുടുംബത്തോട് ഒരിക്കലും തുടക്കത്തെ പറയാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ റെസ്ക്യൂ എന്ന് പറഞ്ഞു. എനിക്കാരും വിഷമിക്കാൻ പറ്റില്ല. നമ്മൾ റിക്കവറി ആണെങ്കിൽ റെസ്ക്യൂ പറയാം. രഞ്ജിത്ത് ഇസ്രായേൽ രക്ഷാപ്രവർത്തന രംഗത്തുള്ള രഞ്ജിത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ രഞ്ജിത്ത് ഉന്നയിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പുരോഗമിക്കുന്നില്ല രക്ഷാപ്രവർത്തനം എന്ന രീതിയിലുള്ള ആരോപണമാണ് രഞ്ജിത്ത് പറഞ്ഞത്. നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ TK ഉണ്ണി, മുങ്ങൽ വിദഗ്ധൻ, അദ്ദേഹം ചേരുകയാണ്. ശ്രീ ഉണ്ണി, ഇത്തരത്തിൽ ഇപ്പോൾ പുഴയിലേക്ക്, നദിയിലേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മണ്ണ് ഒരു മലയിടിഞ്ഞ് പുഴയിലേക്ക് വീഴുമ്പോൾ അത്രത്തോളം മണ്ണ് ആ പുഴയ്ക്കടിയിലും ഉണ്ടാകില്ലേ? രക്ഷാപ്രവർത്തനം എത്രത്തോളം പ്രതീക്ഷ വെക്കേണ്ടതുണ്ട്? എങ്ങനെയാണ് അതിന്റെ സാഹചര്യം, ഒന്ന് പറയാമോ? നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമുക്ക് അത് മഡ് ലിഫ്റ്റിംഗ് തുടങ്ങാമായിരുന്നു. ഇന്ന് രാവിലെ തന്നെ തുടങ്ങാമായിരുന്നു. ഇന്നലെ ഒരു ഡിസിഷൻ എടുക്കായിരുന്നെങ്കിൽ ഇന്ന് തന്നെ മഡ് ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ട്രെജർ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി ഡീകമ്പോസ് ആയ ബോഡി റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് എസ്കേപ്പ് ചെയ്യും, പീസ് ആയിട്ടാണ് പോവുക. പിന്നെ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മഡ് ലിഫ്റ്റിങ്ങിനെ പ്രത്യേകമായിട്ട് ഇന്നലെ പറഞ്ഞത്. 4 മഡ് ലിഫ്റ്റ് വെച്ച് തുടങ്ങാമായിരുന്നു. ഇപ്പോഴേക്ക് നമ്മൾ ഒരു പകുതി ഭാഗം തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം അത് നടന്നിട്ടില്ല. ഇതുവരെ വ്യക്തമായിട്ടൊരു തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ ഡിസിഷൻ മേക്കർ അവിടെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്കൊരു ആശ്വാസമുള്ളത്, നേവിയുടെ ഒരു ടീം അവിടെയുണ്ട്, അതിന്റെ കമാൻഡർ അവിടെയുണ്ട്. അദ്ദേഹത്തിനായിരിക്കും കൂടുതൽ ഈ കാര്യത്തിലേക്ക്. കാരണം നമ്മൾ ഡൈവിങ്ങിന്റെ ഭാഗം വരുമ്പോൾ അദ്ദേഹത്തിനാണ് കൂടുതൽ ഡിസിഷൻ എടുക്കാൻ പറ്റുക. അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഒരു കറക്റ്റ് ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കോപ്പോ വർക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രൊസീജിയർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവിടെ തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും. പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും 2-3 ദിവസം എടുക്കും. TK ഉണ്ണി, നമുക്ക് ഇന്നലെ താങ്കൾ ഇത് പറഞ്ഞു എന്നറിയാമെങ്കിൽ പോലും ഇന്ന് നമുക്കൊപ്പമുള്ള പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഈ 2 പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വ്യക്തമാക്കാമോ? കേട്ടില്ല, ഒന്നുകൂടി പറയൂ. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ 2 പ്രോസസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നമുക്കൊപ്പം കേൾക്കുന്ന പ്രേക്ഷകർക്കായി ഒന്ന് വിവരിക്കാമോ? നമ്മള് മഡ് ലിഫ്റ്റിന്റെ കാര്യമാണോ? അതെ, മഡ് ലിഫ്റ്റിംഗ് ആണെങ്കിൽ അത് അസാഡില്ലാത്തതൊരു ഇതാണ്. മഡ് ലിഫ്റ്റ് നമുക്ക് സർഫേസിൽ നിന്ന് നേരെ ഇറക്കി വെച്ചിട്ട് വെയിറ്റ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും മുകളിൽ നിന്ന് അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാ സമയത്തും ഡൈവിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തരത്തിൽ തടസ്സം വരികയാണെങ്കിൽ മാത്രം ഡൈവർ പോയിട്ട് നോക്കുക, അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിരുന്നു. ഗ്രാപ്നർ വെച്ചിട്ട് നമ്മൾ സർവേ ചെയ്യാനായി ഏരിയ സർവേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് ഇതിന്റെ കൂടെ നടക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം എവിടെയെങ്കിലും ഇത് ഒഴുകിപ്പോയിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാപ്നർ വെച്ച് വലിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ അതും കൂടി 2 പോസിബിലിറ്റിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇത് മഡ് ലിഫ്റ്റ് ആകുമ്പം സേഫ് ആണ്. ട്രെജർ ആകുമ്പം എത്രമാത്രം അങ്ങോട്ട് എത്തും, അല്ല അതിന് വരാനുള്ള കാലതാമസം, അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ മഡ് ലിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. പെട്ടെന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കാം. ഒരു 10 മീറ്റർ PVC ഹോസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അത് അങ്ങനെ ചെയ്യായിരിക്കും വളരെ ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇവർ തുടങ്ങാം. ട്രെജർ വരുമ്പോഴും അത് അവർ ഏറ്റെടുക്കാം, നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ ഈ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മഡ് ലിഫ്റ്റ് വെച്ചിട്ട്
നമ്മൾ 4 മഡ് ലിഫ്റ്റ് വെച്ചിട്ട് കംപ്രസറും അടക്കം വെച്ചിട്ട് നമ്മൾ മഡ് അവിടുന്ന് ലിഫ്റ്റ് ചെയ്യുക. അതാണ് ഇപ്പം വേണ്ടത്. അതാണ് ഞാൻ ഇന്നത്തെ ചാനലിൽ പറഞ്ഞിരുന്നത്. ഒരു സംശയം കൂടി ശ്രീ ടി കെ ഉണ്ണി, ഈ നദിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വ്യാപ്തിയുള്ള ഒരു വലിയ നദിയാണ്. നമ്മൾ എവിടെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിൽ തുടങ്ങുക? എത്രത്തോളം വ്യാപ്തിയിൽ അത് നടത്താനാകും നമ്മളെ കൊണ്ട്? നമ്മൾ മണ്ണ് ഇടിഞ്ഞ ഭാഗത്തു നിന്നാണ്, അതാണ് ഡാൻസം പോയിന്റ്. അതാണ് അവിടെ നിന്നാണ് നമ്മൾ സർവേ തുടങ്ങേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മെയിൻ വൈൽ നമുക്ക് ബാക്കിലുള്ള ഞാൻ പറഞ്ഞ ഗ്രാപ്പർ ചെയ്യുന്നത് ഇതിൽ സൈഡിൽ കൂടി ഒഴുകുന്ന ആ ഒരു 50% ഏരിയ എടുത്ത് കവർ ചെയ്യുക. അവരുടെ ഓൾറെഡി ഡെങ്കി ഉണ്ട്. ഡെങ്കി വെച്ചിട്ട് നമ്മൾ ആ ഗ്രാപ്പർ വെച്ച് വലിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ഡൈവ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാം. അത് എന്താണ്, മെറ്റലാണോ മരമാണോ എന്താണെന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പം അത് 2 ഭാഗം ഈ ഓപ്പറേഷൻ 2 ഒരേ സമയത്ത് നടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലേ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുള്ളൂ. ഈ ലോറി അടക്കം അർജുൻ ഈ ഒഴുകിപ്പോകാനുള്ള എത്രത്തോളം ദൂരത്തിൽ ഒഴുകിപ്പോകാനുള്ള സാധ്യതയാണ് താങ്കൾ കാണുന്നത്? ഒഴുകിപ്പോവാന്ന് ആദ്യമായിട്ടുള്ളത് ഇതിനകത്ത് മരങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിന് നെഗറ്റീവ് ബോയൻസി ആയി കഴിഞ്ഞാൽ അത് താഴെ പോകുന്നതാണ്. അതെല്ലാം ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി നിൽക്കും. കാരണം എഞ്ചിനൊക്കെ മുൻഭാഗത്തുള്ളത് കൊണ്ട് തിരിച്ചായിട്ട് ഒരു 45 ഡിഗ്രിയിലായിരിക്കും ഇത് നിൽക്കുക സാധാരണഗതിയിൽ. കാരണം മരം ബാക്കിലുള്ളത് കൊണ്ട് കംപ്ലീറ്റ് അങ്ങോട്ട് പൊങ്ങി വരാൻ അത്രമാത്രം പോയിന്റ് കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും 45 ഡിഗ്രിയിൽ ഇങ്ങനെ നിന്നിട്ടാണ് പിന്നെ ഇത് മൂവ് ചെയ്യും, ചെറുതായിട്ട് മൂവ് ചെയ്യുള്ളൂ. ഒറ്റ അടിക്ക് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ തന്നെയാണ് കൂടുതലായിട്ട് ആ ലെയർ ഉണ്ടല്ലോ, നമ്മളെ ടൈഡിന്റെ ഇതിന്റെ ഒഴുക്കിന്റെ ആ ലെയർ തന്നെ 50% എടുത്തിട്ട് തന്നെ കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്. ശരി, വളരെയധികം നന്ദി. മുങ്ങൽ വിദഗ്ധൻ ശ്രീ ടി കെ ഉണ്ണിയാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം ഏത് രീതിയിലായിരിക്കണം രക്ഷാപ്രവർത്തനം എന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഇപ്പോൾ ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കുടുംബം, ഒരു മലയാളി സമൂഹം അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി എന്തിനും തയ്യാറായി അവർ നിൽക്കുകയാണ്. അതേസമയം അവരെ അകത്തേക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ള ഗൗരവമുള്ള വിഷയവും നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഒരു മന്ദഗതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഏകോപനം അവിടെ ഇല്ല എന്ന രീതിയിലുള്ള പ്രതികരണം അവിടെ നിന്നും വരുന്നുണ്ട്. അതേസമയം ഒരു സ്ത്രീയുടെ മൃതദേഹം രാവിലെ നദിയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. മണ്ണ് പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ പുഴയുടെ മറുകരയിൽ ഒരു വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമുണ്ടാകും. ആ വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയാണ്. അവരെ കാണാതായി എന്ന വാർത്ത അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അവരുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് ഇന്ന് രാവിലെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും അർജുനായുള്ള തെരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്. ഇടവേള. അപകടം നടന്നതിന് ശേഷം ഇവിടെയുള്ള ഈ പറയുന്ന ഈ കുന്നുകളോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും തന്നെ എവിടെയില്ല. ഈ ഭാഗം പൂർണ്ണമായും ഒലിച്ച് മറുവശത്തുള്ള ഗംഗാവഴി പുഴയിലേക്ക് വീണിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം 30 മീറ്ററോളം താഴ്ചയുണ്ട്. ഈ റോഡിൽ നിന്ന് 30 മീറ്റർ താഴ്ചയുണ്ട് ഈ ഗംഗാവഴി പുഴയിലേക്ക്. ആ ഭാഗം, ഈ റോഡിനും ഈ ഗംഗാവലി പുഴയ്ക്കും ഉള്ള ഇടയിലുള്ള ആ ഭാഗം, അവിടെ ഈ ലോറി പതിച്ചിട്ടുണ്ടാകാം. ഇവിടെ നിന്ന് ഇവിടെ കിടക്കുന്ന ലോറി ഒരുപക്ഷെ ഈ ഒരു മണ്ണ് വീഴുന്ന ആഘാതത്തിൽ ആ ശക്തിയിൽ പറയുന്ന ഈ ഭാഗത്തേക്ക് വന്ന് വീണുകൊണ്ട് അവിടെ പൂർണ്ണമായും മണ്ണ് നിറഞ്ഞ് കുമിഞ്ഞുകൂടി അതിനടിയിലുണ്ടാകാം ഈ ലോറി എന്നുള്ളൊരു നിഗമനത്തിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇത് ഈ അപകട സമയത്തിന് മുമ്പുള്ള ഗൂഗിൾ മാപ്പിലുള്ള ദൃശ്യങ്ങളാണിത്. ഈ പ്രദേശത്തൊക്കെ തന്നെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് 11 മണിക്കാണ് ബജറ്റ് അവതരണം. തുടർച്ചയായ 7ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പുറമെ ആദായ നികുതി സ്ലാബ് ഉയർത്തിയേക്കുമെന്നും സൂചനയുണ്ട്. 11 മണിക്കാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് 11 മണിക്ക് അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ
ഇരിക്കുകയാണ്. സാമ്പത്തിക വളർച്ച 7% ഉയർത്താനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7 ഉയർത്താം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് പ്രകാരം ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റാണ് എന്ന പ്രത്യേകതയും ഉണ്ട്. ഇന്നത്തെ സമ്പൂർണ്ണ ബജറ്റോടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച നേട്ടത്തിലേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമനും എത്തുകയാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. KP അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി. KP, ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റ് ആകുമ്പോൾ അത് ചരിത്രപരമായ ഒരു ബജറ്റായി മാറുന്നത് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു എന്ന നേട്ടത്തിലേക്ക് നിർമ്മല സീതാരാമൻ കൂടി എത്തുന്നു. അതും ഒരു വനിതാ ധനമന്ത്രി എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചത് ഈ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടാകുമോ എന്നുള്ളതാണ്. പൊതുവെ സാമ്പത്തിക വിദഗ്ധർ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കുന്നത്. അതിന് ഒരു കാരണം കഴിഞ്ഞ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു, ഫെബ്രുവരി മാസത്തിൽ ആയിരുന്നു. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ കഴിഞ്ഞ ബജറ്റ് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കാര്യമായ ജനക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നില്ല. ഒരുപക്ഷെ BJP മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി 400-ലധികം സീറ്റുകൾ നേടുമെന്ന ആ അമിത ആത്മവിശ്വാസം ആയിരുന്നിരിക്കാം അത്തരത്തിൽ കാര്യമായ പ്രഖ്യാപനങ്ങളിലേക്ക് പോകാതിരിക്കാൻ കാരണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ BJPക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. ആ പോരായ്മ എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഇനിയുള്ള ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത്. അപ്പോഴും അശ്വതി, നമുക്കറിയാം ഇനിയും NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മുന്നിൽ ഉണ്ട്. പക്ഷേ അതൊരു ഘടകകക്ഷികളുടെ കൂടെ പിന്തുണയോട് മുന്നോട്ട് പോകുന്ന സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 വർഷങ്ങളിലും കാര്യമായ പ്രഖ്യാപനങ്ങൾ, ജനക്ഷേമ പദ്ധതികളൊക്കെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ ബജറ്റിനുള്ള ഒരുക്കങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരോടൊപ്പമുള്ള ഫോട്ടോ സെഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇനി രാഷ്ട്രപതിയെ ആണ് കാണുന്നത്. ദ്രൗപദി മുർമുവിനെ കണ്ടതിന് ശേഷം ബജറ്റ് അവതരണത്തിനുള്ള അനുമതി തേടും. ഒപ്പം അടിയന്തരമായ ഒരു മന്ത്രിസഭാ യോഗം പോലെയുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഈ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് നികുതി ഭാരം ഉയർത്തുമോ എന്നുള്ളതാണ്. അതായത് സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനത്തിന് സാധ്യതയില്ല. മറിച്ച് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ നികുതി ഏൽപ്പിക്കുക, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന്, സാമ്പത്തിക മാറ്റത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന് ആദായ നികുതി സ്ലാബാണ്. ഇപ്പോൾ തന്നെ വ്യത്യസ്തമായ സ്ലാബുകൾ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ആദായ നികുതി പരിധി ഉയർത്തുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് മലയാളികൾ നിക്ഷേപം എന്ന നിലയിലും അതോടൊപ്പം തന്നെ ജീവിത സൗകര്യങ്ങളുടെ ഭാഗമായും ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നവരാണ്. ഈ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണം എന്ന ആവശ്യം പൊതുവെ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിന് വില വർദ്ധിക്കുകയും സ്വർണ്ണ വിപണിയിൽ ഇത് ഒരു പരിധിവരെ ഇടിവ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയാണെങ്കിൽ സ്വർണ്ണ വിപണി കൂടുതൽ ഊർജിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതും എടുത്തു നോക്കുന്നുണ്ട്. എന്തായാലും ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സംബന്ധിച്ചിടത്തോളം രാജ്യം സാമ്പത്തിക ഭദ്രതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അടക്കം GST, യഥാർത്ഥ GST, പ്രത്യക്ഷ നികുതി വരുമാനം എന്നിവ രണ്ടും സർവകാല റെക്കോർഡിൽ ആണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഓരോ വർഷവും കൂടുതൽ തുക GSTയിലൂടെയും പ്രത്യക്ഷ നികുതിയിലൂടെയും നേടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, റിസർവ് ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2.1 ലക്ഷം കോടി രൂപ ആണ് ലാഭവിഹിതം ആയി കേന്ദ്ര സർക്കാരിന് കൈമാറിയത്.
തുടങ്ങിയത്. ഇതെല്ലാം തന്നെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഉദാഹരണമായി പറയാം. മാത്രവുമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ പ്രഖ്യാപനങ്ങളോ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ, അതായത് വോട്ടിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളോ കേന്ദ്ര ഖജനാവിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളോ കഴിഞ്ഞ തവണ നടത്തിയിട്ടില്ല. ഇത് തന്നെയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിലും പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ ഇടപെടലും നാണ്യപ്പെരുപ്പം പണപ്പെരുപ്പം ഉൾപ്പെടെ കുറയ്ക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സർക്കാരിന് വലിയ അതായത് ജനക്ഷേമ പ്രവർത്തികൾ കൂടുതൽ ഊർജിതമാക്കുവാൻ സാധിക്കുന്ന അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച സർവേ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ GDP എന്നത് 6.5% മുതൽ 7% വരെയായിരിക്കും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളുമായി പരിശോധിക്കുമ്പോൾ അത് തുലോം കുറവാണ്. 8% അതിന് മുകളിലോ ആയിരുന്നു. അവിടെ എടുത്തു പറയേണ്ടത്, ഈ കോവിഡിന് ശേഷം ലോകത്താകമാനം ഉണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം എന്നത് ഇന്ത്യയെ കൂടുതലായി ബാധിക്കും എന്ന ഒരു പൊതുവിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വളർച്ച ഇന്ത്യക്ക് ഈ ഘട്ടങ്ങളിൽ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ച ഇപ്പോഴും ഉണ്ടാകും എന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ, അതായത് ഗ്രാമീണർ, സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിക്കണം എന്നാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ അസുഖബാധിതരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാകട്ടെ പോഷകാഹാരക്കുറവ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു പക്ഷേ പ്രത്യേകമായ പാക്കേജുകൾ അടക്കം ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കാം എന്ന സൂചനകളുണ്ട്. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് കാർഷിക മേഖലയിൽ നിന്നായിരുന്നു എന്ന് നമുക്കറിയാം. മാത്രവുമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ കാർഷിക മേഖലയിൽ വലിയ തോതിൽ BJP തിരിച്ചടി നേരിട്ട പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ PM കിസാൻ പദ്ധതി പ്രകാരം നമുക്കറിയാം 6000 രൂപ പ്രതിവർഷം അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇത്തരം പദ്ധതികൾ കൂടുതലായി, അതായത് കർഷകരിലേക്ക് നേരിട്ടെത്തുന്ന ആനുകൂല്യങ്ങൾ ആയിരിക്കുമോ അതിന് പകരം പരോക്ഷമായ പ്രഖ്യാപനങ്ങൾ ആയിരിക്കുമോ ഉണ്ടാവുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊന്നാണ്. ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ടത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വർണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ കേരള സർക്കാർ ഉറ്റുനോക്കുന്ന ചില പദ്ധതികൾ കൂടിയുണ്ട്. അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന് അറിയാം. അത് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിലേക്ക് അടക്കം ഈ വിഷയം എത്തുകയും അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് പ്രത്യേകമായി തുക അനുവദിക്കുകയും ഒക്കെ ചെയ്തതാണ്. നേരത്തെ ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായി കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തുകയും ഓരോ സംസ്ഥാനത്തിന്റെയും ആവശ്യങ്ങൾ അടക്കം രേഖാമൂലം സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലടക്കം കേന്ദ്രത്തിന് മുന്നിൽ കേരളത്തിന്റെ ആവശ്യം എന്നത് പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്നതാണ്. അങ്ങനെ ഒരു പാക്കേജ് അനുവദിക്കുമോ എന്നത് തന്നെയാണ് കേരള സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഒരുപക്ഷെ കേരളത്തിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ ദിവസമാണ്. വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ തന്നെ വളർച്ചയിൽ നിർണായകമായേക്കാമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന വികസന പദ്ധതിയാണ് വിഴിഞ്ഞം. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ തുടർച്ചയ്ക്ക് വേണ്ടി എത്ര തുകയായിരിക്കും കേന്ദ്ര സർക്കാർ ബജറ്റിൽ അനുവദിക്കുക എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അശ്വതി, നമുക്കെല്ലാം നേരിട്ട് അനുഭവമുള്ളതാണ് ഇപ്പോൾ ഇതാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് അവതരണത്തിന് മുമ്പ് ധനമന്ത്രി അതോടൊപ്പം തന്നെ ബജറ്റ് ധനമന്ത്രിമാർ, സഹമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ആണ് ഏറ്റവും അധികം തിരക്കിൽ ആകുന്ന സമയം കൂടിയാണിത്. ഇപ്പോൾ പേപ്പർലെസ് ആയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്, ഡിജിറ്റൽ ആയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും പറയുന്നത് ഈ ഡിജിറ്റലൈസേഷൻ എന്നത് രാജ്യത്തിന് വലിയ തോതിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ്. ഈ ബജറ്റ് കഴിഞ്ഞ കുറെ നാളുകളായി ഡിജിറ്റൽ ആയിട്ടാണ് അവതരിപ്പിക്കുക. പണ്ട് ഈ ബജറ്റിന്റെ കോപ്പിയുമായി എത്തുന്നത് എങ്കിൽ ഇപ്പോൾ അത് ലാപ്ടോപ്പ് അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ബജറ്റ് അവതരണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ബജറ്റിന്റെ കോപ്പി എന്നത് ഡിജിറ്റൽ കോപ്പി മാത്രമാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള കോപ്പികൾ മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഡിജിറ്റൽ കോപ്പി മാത്രമാണ് ലഭിക്കുക, പുസ്തക രൂപത്തിലുള്ള റിപ്പോർട്ട് അല്ല, ബജറ്റ് അല്ല ഇപ്പോൾ ലഭിക്കുക. എന്തായാലും ധനമന്ത്രി ഇപ്പോൾ
ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് ബജറ്റ് അവതരണത്തിന്റെ ഒരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് എന്ന് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. ബജറ്റ് ഇനി അംഗീകരിച്ച് കഴിഞ്ഞ ഒരു ബജറ്റ് തന്നെയാണ്. അതുകൊണ്ട് 11 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. ഒപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ ദേശീയപാതാ വികസനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് എടുത്തറിയേണ്ടത്. ഒപ്പം കേന്ദ്രവും കേരളവും തമ്മിൽ അഭിപ്രായ ഭിന്നത നിൽക്കുന്ന മറ്റൊരു പദ്ധതിയാണ് കെ-റെയിൽ പദ്ധതി. ഈ കെ-റെയിൽ പദ്ധതി നടപ്പിലാക്കും അല്ലെങ്കിൽ അത് മുന്നോട്ട് തന്നെ പോകും എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പോൾ കേരളത്തിലുണ്ട്. ആ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നത് അത് സാധ്യമല്ല എന്നാണ്. അങ്ങനെ കെ-റെയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള മനം മാറ്റം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമോ? അല്ല എങ്കിൽ തീർച്ചയായും പാതി ഇരട്ടിപ്പിക്കൽ പോലെയുള്ള പദ്ധതികളിലൂടെ മാത്രമേ കേരളത്തിന്റെ റെയിൽ വികസനം എന്നത് ഇനി സാധ്യമാകൂ. കാരണം വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ളതും 100% ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നത് കേരളമാണ്. അതുകൊണ്ട് റെയിൽവേ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകുമോ എന്നുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം പ്രതീക്ഷകൾ മാത്രമാണ്. അല്പസമയത്തിനകം മാത്രമാണ് എന്തായിരിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ തുടർച്ചയായ ഏഴാമത്തെ ബജറ്റ് അവതരണത്തിൽ കരുതി വെച്ചിട്ടുണ്ടാവുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ധനമന്ത്രിമാരുടെ പട്ടിക പരിശോധിച്ചാൽ മൊറാർജി ദേശായിയാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 10 തവണയാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് പി ചിദംബരം, മുമ്പ് ധനമന്ത്രിയായിരുന്ന പി ചിദംബരം 9 തവണ ബജറ്റ് അവതരിപ്പിച്ച ആളാണ്. മുൻ രാഷ്ട്രപതി കൂടിയായ പ്രണബ് മുഖർജി 8 തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, പക്ഷേ ഇവരൊന്നും തുടർച്ചയായല്ല ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്നതുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 7 തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്നവരുടെ പട്ടികയിലേക്ക് എത്തുന്നത്. ഒപ്പം ഒരു വനിതാ ധനമന്ത്രി ഇത്തരത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നു, ഇത്രയധികം ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ബജറ്റിന്. അശ്വതി, അതാണ് KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന നേട്ടത്തിലേക്ക് ഇന്ന് എത്തുകയാണ്. ഇന്നത്തെ സമ്പൂർണ്ണ ബജറ്റോടെ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ 7 ബജറ്റുകൾ അവതരിപ്പിച്ച നേട്ടത്തിലേക്ക് CD ദേശ്മുഖിനൊപ്പം ധനമന്ത്രി നിർമ്മലാ സീതാരാമനും എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. KP അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, നേരത്തെ അഭിലാഷ് പറഞ്ഞു പോയതുപോലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ 6.5 മുതൽ 7% എന്ന അനുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് അത് കുറവാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞു 2021-22 അത് 9.7% ആയിരുന്നു. 22-23 ആയപ്പോൾ അത് 7%, 23-24 ആയപ്പോൾ 8.2 ആയിരുന്നു കഴിഞ്ഞ തവണത്തേത്. ഇത്തവണത്തെ എത്തിയപ്പോൾ ഇത് കുറയാനുള്ളൊരു സാഹചര്യം, അത് രാജ്യാന്തര സാഹചര്യങ്ങൾ പ്രതികൂലമായത് തന്നെയാണോ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു കുറഞ്ഞ വളർച്ച അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ വളർച്ച എന്ന അനുമാനത്തിലേക്ക് എത്താൻ കാരണം? അശ്വതി, ആ നിലയിൽ നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. തീർച്ചയായും ലോകക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ബാധിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം ആണ്. വിഭവ സമാഹരണത്തിനടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ്. ഉൽപാദനക്ഷമതയിൽ മറ്റു പല രാജ്യങ്ങളുമായി, അതായത് ജനസംഖ്യ ആനുപാതികമായി താരതമ്യം ചെയ്യുമ്പോൾ പിന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ ഉള്ള ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാകുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് പ്രധാനമായും അതായത് മാനവ വിഭവ ശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ കുടിയേറ്റങ്ങൾ ഇന്ത്യയിൽ നിന്ന് വ്യാപകമായി ജനങ്ങൾ പുറത്തേക്കും മറ്റുമൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് കൂടുതൽ മുതൽക്കൂട്ടാകേണ്ട ആളുകൾ തന്നെയാണ്, വിദ്യാസമ്പന്നരായ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വിദേശങ്ങളിലേക്ക് അടക്കം പോവുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ കൂടിയായിരുന്നു സാമ്പത്തിക അവലോകന റിപ്പോർട്ടുമേ ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന് അശ്വതി, തീർച്ചയായും ഈ ലോക സാമ്പത്തിക ക്രമത്തിൽ ഉണ്ടാകുന്ന മാന്ദ്യം എന്നത് ഇന്ത്യയിൽ പ്രതിഫലിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടേതായ തനത് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് വിളനാശം എന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മൾ കർണാടകത്തിലെ ഈ വാർത്ത, അതായത് എന്തുകൊണ്ടാണ് ഈ ബജറ്റ് അവതരണത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകാതെ പോകുന്നത് എന്നത്, കർണാടകയിലെ ഷിരൂരിൽ മലയാളിയായ അർജുൻ മണ്ണിനടിയിലാണ്. ഇപ്പോഴും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഊർജിതമായ ശ്രമം തുടരുന്നു. അതിന് തന്നെയാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത്. ഇത്തരത്തിലുള്ള
കലാമിറ്റികൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നത് ഏറ്റവും അധികം വേട്ടയാടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഒരു പക്ഷേ ഉത്തരേന്ത്യയിലെ കാർഷിക മേഖലയിലൊക്കെ ഉണ്ടാകുന്ന വിളനാശം എന്നത് ഹെക്ടർ കണക്കിന് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിളനാശം ഉൾപ്പെടെ കാർഷിക രംഗത്ത് ചെറിയ തോതിലുണ്ടാകുന്ന മാന്ദ്യം, ഉൽപാദനത്തിലുണ്ടാകുന്ന കുറവ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ചയെ, GDP-യെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അത്തരം സാഹചര്യം കൂടി, കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായിട്ടുള്ള സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ആണ് ഇപ്പോൾ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷവുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7% എത്താം. അത് അനുമാനം മാത്രമാണ്. ഒരുപക്ഷെ മറ്റ് സാഹചര്യങ്ങളിലേക്ക് എത്തിയാൽ 7% മുകളിലേക്ക് പോകാം. കഴിഞ്ഞ തവണത്തേതുപോലെയൊക്കെ 8% എന്ന ശരാശരി GDP-യിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷയനുസരിച്ച് ഈ GST വരുമാനം എന്നത് വരും വർഷങ്ങളിലും അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ വിവിധ പാദങ്ങളിൽ അടക്കം വർദ്ധിക്കും എന്ന ഒരു പൊതു വിലയിരുത്തലും നിരീക്ഷണവും ഒക്കെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രത്യക്ഷ നികുതി വരുമാനത്തിലും അതോടൊപ്പം തന്നെ GST വരുമാനത്തിലും റെക്കോർഡ് നേട്ടത്തോടു കൂടിയാണ് സർക്കാർ തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് വരുമാനം ലഭിക്കുന്ന പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക. ഒപ്പം ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ ആണ്. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പൊതുവെ നിലനിൽക്കുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ലാഭത്തിലാണ് പോകുന്നത്. ആ ലാഭത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി എന്തിനാണ് വിറ്റഴിക്കുന്നത്? അത് രാജ്യത്തിന് നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. അത് സ്വകാര്യവൽക്കരണത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന ഒരു വശം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങൾ നടത്തുക വ്യവസായ സ്ഥാപനങ്ങളെ പോലെ അല്ല സർക്കാർ പ്രവർത്തിക്കേണ്ടത്. മറിച്ച് അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും നിയന്ത്രിക്കുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമെന്ന മറുനിരീക്ഷണം കൂടിയുണ്ട്. എന്തു തന്നെയായാലും ഓഹരി വിറ്റഴിക്കൽ എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ കൂടുതലായി വിറ്റഴിച്ചാൽ ആ ഓഹരികൾ വാങ്ങുവാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുമെന്നും അങ്ങനെ ആ ഓഹരികൾക്ക് മികച്ച മൂല്യത്തോടുകൂടി വിറ്റഴിക്കാൻ സാധിക്കുമെന്നുമുള്ള പൊതുവിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിദേശ നിക്ഷേപം സ്വീകരിക്കുവാനുള്ള, നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ അതിപ്പോൾ രാജ്യത്ത് വ്യാപകമാണ് എന്ന് നമുക്കറിയാം. അതിന്റെ പരിധി അടക്കം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകാം. പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും ഒക്കെ ആകാം ഈ ഉൽപാദന രംഗത്ത് ലോകത്തെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ചൈനയുടെ ഉൽപാദന ശേഷി നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ കയറ്റുമതി ശേഷിയും അറിയാവുന്നതാണ്. കേരളത്തിൽ നമ്മൾ അടക്കം ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കൾ പരിശോധിച്ചാൽ അതിലെല്ലാം മെയ്ഡ് ഇൻ ചൈന എന്ന് നമുക്ക് തീർച്ചയായും KP അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 11 മണിക്കാണ് ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ വരും മണിക്കൂറിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.